അസുര ഇനി കൊട്ടിക്കലാശത്തിന് ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂർ ടൗണിലേക്ക് എല്ലാ മുന്നണികളുടെയും വാഹനങ്ങളൊക്കെ തന്നെയും എത്തി എല്ലാവരും അത് വലിയ ഒരു ആഘോഷമാക്കുന്ന കാഴ്ചകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയൊരു ജനത്തിരക്ക് തന്നെ ഇപ്പോൾ നിലവിൽ നിലമ്പൂർ ടൗണിലുണ്ട്. പോലീസിന്റെ നിയന്ത്രണത്തിൽ ഓരോ ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. LDF-നെയും ഒപ്പം തന്നെ UDF-നെയും NDA-ക്കൊക്കെ ഓരോ ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവർ അത്തരത്തിൽ അനുവദിച്ച ഏരിയകളിൽ അവർ ഇത്തരത്തിൽ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ആ ഒരു രീതിയിലേക്ക് അവർ DJ പാട്ടുകളും മറ്റ് മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ച് വലിയ ഒരു ആവേശത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആവേശം. ഒപ്പം തന്നെ പ്രത്യേകിച്ച് LDF ക്യാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ LDF-ന്റെ പ്രവർത്തകരിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് അവർ നടത്തി വന്ന റോഡ് ഷോ, ആ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകും. ഓരോ കേന്ദ്രങ്ങളിലൂടെ കടന്നു വരികയാണ്. അതിന് ഇത്തരത്തിൽ റോഡ് ഷോ എത്തുന്നതിന് മുന്നേ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ LDF-ന്റെ ഈ ഒരു ഇത്തരത്തിൽ LDF-ന്റെ ഭാഗമായി ഈ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ചിഹ്നങ്ങൾ ഉപയോഗിച്ചു, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ പതിച്ച ടീഷർട്ടുകൾ ഉപയോഗിച്ചു, ഒപ്പം തന്നെ DJ വെച്ചുകൊണ്ട്, ഒപ്പം അത്തരത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയൊരു ആവേശത്തിലേക്ക് ഇവിടെ LDF പ്രവർത്തകർ മാറുന്ന ആ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് അനുവദിച്ച ആ ഒരു ഏരിയയിൽ നിന്ന് അവർ ഇത്തരത്തിൽ ഈ ഒരു രീതിയിലേക്ക് അവരുടെ ആവേശം വർദ്ധിക്കുന്ന സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കുന്നു. പോലെ വർദ്ധിച്ച ആവേശമാണ് എല്ലായിടത്തു നിന്നും കാണുന്നത്. നിലമ്പൂർ നഗരത്തിലേക്ക് സ്ഥാനാർത്ഥികളൊക്കെയും എത്തുകയാണ്. വാഹന ജാഥകൾ നിലമ്പൂർ നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. വലിയ ആവേശം, മുദ്രാവാക്യം വിളികൾ ഒക്കെ നമുക്ക് അവിടെ കാണാം. നിലമ്പൂരിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിന്റെ മിനിറ്റുകളിലേക്ക് നീങ്ങുകയാണ്. കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. ഒരുപക്ഷെ നിലമ്പൂർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേൾക്കാമോ? സ്ഥാനാർത്ഥിയായി സ്വരാജിനെ പ്രഖ്യാപിച്ചത് മുതൽ നിലമ്പൂരിൽ ഏറ്റെടുത്ത ആവേശം ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അതിഗംഭീരമായി നിലമ്പൂർ ജനത ആവേശത്തെ ഏറ്റെടുത്തു എന്നാണ് ഈ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ നിലമ്പൂർ നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിലമ്പൂർ നഗരത്തിലെ കൊട്ടിക്കലാശത്തിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ആളുകൾ കാൽനട ജാഥയായും ബൈക്ക് റാലിയായും എത്തി കേന്ദ്രീകൃതമായ കൊട്ടിക്കലാശമാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 4 മണി മുതൽ 6 മണി വരെയുള്ള 2 മണിക്കൂർ സമയമാണ് നേരത്തെ കൊട്ടിക്കലാശത്തിനായി അനുവദിച്ചിരുന്നെങ്കിലും ഈ 2 മണി എന്നതിന്റെ മുൻപ് 4 മണി എന്നതിന്റെ മുൻപ് തന്നെ 3 മണിയാകാൻ തുടങ്ങുന്നതേയുള്ളൂ. അപ്പോഴേക്കും ഈ നഗരഭാഗ്യം നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ്. നിലമ്പൂർ നഗരം ഏത് രീതിയിലാണ് നിലമ്പൂർ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കുന്നത്? ഒട്ടും ചോർന്നു പോകാത്ത മത്സരാവേശം, പ്രതികൂലമായ കാലാവസ്ഥയിലും ഒട്ടും ചോർന്നു പോരാത്ത മത്സരാവേശമാണ് നിലമ്പൂർ ജനതയ്ക്ക്. പ്രത്യേകിച്ചും ഈ മത്സരക്കളത്തിലേക്ക് എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി എത്തിയോടുകൂടി തന്നെ ആവേശം അതിന്റെ അണപൊട്ടുകയാണ് LDF ക്യാമ്പിൽ. കുറെ കാലത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു മത്സരാർത്ഥി മത്സരിക്കാൻ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. അതിനാൽ തന്നെ ഇടതുപക്ഷത്തുള്ള പ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ്. ആ ആവേശ കാഴ്ചകൾ ഇവിടെ കാണാം. എത്ര മനോഹരമായിട്ടാണ് ഈ നഗരത്തിൽ കേന്ദ്രീകൃതമായി അവർ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നത്. ബൈക്ക് റാലിയായും കാൽനടയായും ഒരു പുഴ ഒന്നായി ഒരു കടലിൽ ചേരുന്നത് പോലെ ആവേശത്തിലേക്ക് കൊണ്ടാണ് ഓരോ ചങ്കടൽ ഒഴുകിയെത്തുന്ന പോലെയാണ് ഇവിടുത്തെ ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകൾ. ആവേശം തീർച്ചയായും അതിന്റെ കൊടുമുടിയിലേക്ക് എത്തിയിരിക്കും എന്ന് തന്നെയാണ് ഈ ആവേശ കാഴ്ചകളൊക്കെയും കാണിക്കുന്നത്. അത്രയേറെ ജനപങ്കാളിത്തം കൊണ്ട്, ബഹുജന പിന്തുണ കൊണ്ട് LDF-ന്റെ കൊട്ടിക്കലാശം അതിമനോഹരമായി അതിഗംഭീരമായി ഇവിടെ നിലമ്പൂരിൽ കൊണ്ടാടുകയാണ് എന്ന് തന്നെ പറയാം. ഒരു ഉത്സവ പ്രതീതിയാണ് ഓരോ പ്രവർത്തകരുടെ മനസ്സിലും. ചെങ്കോടി ഉയർത്തി പാറിച്ചുകൊണ്ട് സ്വരാജിന്റെ ഫോട്ടോ പറിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചിഹ്നം പരിവർത്തിക്കുക നക്ഷത്രം എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ആവേശക്കൊടുമുടിയിലാണ് ഇടതുപക്ഷ അനുഭാവികൾ എല്ലാം തന്നെ. പിറകിൽ നമുക്ക് കാണാം നിരനിരയായി ചുവന്ന പാൻറ്റുകൾ, ചുവന്ന തൊപ്പികൾ, ചുവന്ന പാൻറ്റുകൾ തലയിൽ കെട്ടി ചുവന്ന തൊപ്പി തലയിലണിഞ്ഞ് നേരത്തെയൊക്കെ വലിയ മഴയായിരുന്നു നിലമ്പൂരിൽ. പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ മഴയായിരുന്നു. ഈ ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഒരു ആവേശ സമയത്തേക്ക്
മഴ പ്രതികൂലമായി നിൽക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മഴ പോലും മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ തന്നെയായിരുന്നു മഴക്കാലത്ത്. ഒരു മഴക്കാല സമയത്താണ് LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അന്നത്തെ ആ ആവേശം മഴ മാറുന്ന അതേ അനുകൂല കാലാവസ്ഥ തന്നെയാണ് ഇന്ന് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും. ശരിയാണ് വിനിഷ, വലിയ ആവേശം എന്തായാലും ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്നു. അമൽനാഥ് കൂടി ചേരുകയാണ്. അമൽ, വിനിഷ ആവർത്തിച്ചു പറഞ്ഞതുപോലെ പ്രചാരണ ഘട്ടങ്ങളിലൊക്കെയും വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു മഴ. പക്ഷേ മഴയ്ക്ക് കെടുത്താനാകാത്ത ആവേശം നമ്മൾ മണ്ഡലത്തിൽ കണ്ടു. ഇന്നിപ്പോൾ കൊട്ടിക്കലാശ ദിവസവും മഴയുണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ നിലവിന് അനുകൂലമാണ്. നമ്മളിപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ ബാരിക്കേഡുകൾ തിരിച്ച് വിവിധ പാർട്ടികളുടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അണികളൊക്കെയും അവർ ആഘോഷിക്കുന്നത്, അവർ കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുന്നതൊക്കെ കാണുകയാണ്. അമൽ, എന്തായാലും എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങൾ മാറുകയാണല്ലേ? നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഇവിടെ ഒരു എത്തുന്ന കാഴ്ചകളെയാണ് കാണുന്നത്. കുട്ടിക്കലാശത്തിന് വേണ്ടി ഇത്തരത്തിൽ വലിയ ജനസാഗരത്തിന്റെ നിലമ്പൂർ ടൗണിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് തന്നെ പറയണം.